ഇരിക്കുവാൻ ദൈവമിടയാക്കിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവമിടയാക്കിയ ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദുഃഖങ്ങളിലും പ്രയാസങ്ങളുമായിരിക്കുന്ന എല്ലാവരെയും ദൈവം സൂക്ഷിച്ചു. വീണ്ടും നമുക്ക് അപ്രകാരമായിരിക്കും ദൈവത്തിനായിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിന്റെ ചില ചിന്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുവാൻ ദൈവം അവസരം തന്നപ്പോൾ ശ്രമിക്കുകയായിരുന്നതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. അതിന്റെ 18 മുതൽ 4-ാം അധ്യായത്തിന്റെ 1 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ഇനി ചിന്തിക്കുവാനായിട്ടുള്ളത്. ദൈവസന്നിധിയിൽ ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വരെ ദൈവസന്നിധിയിൽ ആർക്കെങ്കിലും വായിക്കാമല്ലോ. സ്തോത്രം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവീൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പീൻ. ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഒരിക്കൽ കൂടെ ബഹുമാനരായ എല്ലാവരെയും ദൈവസന്നിധിയിൽ വന്ദനം ചൊല്ലുന്നു. വിവിധ ഭാരങ്ങളിലും വിഷമങ്ങളിലും ആയിരുന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ദൈവവചന ചിന്തയിലെ അടുക്കിലേക്ക് കടന്നു വരുന്നതെങ്കിലും കർത്താവിന് നമ്മളോട് സംസാരിക്കാനുള്ളത് ദൈവവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ദൈവം നമുക്ക് തരുന്ന ഓരോ ദിവസങ്ങളും നമ്മുടെ ലൈഫിലെ ഏറ്റവും അത്യാവശ്യവും മറക്കുവാൻ കഴിയാത്ത അവസരങ്ങളുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ പക്വതയോടെ ആത്മീയമായി വളരുവാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്ന ദൈവജനത്തിനായിട്ടും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കൊലോസ്യ ലേഖനം നമ്മൾ ചിന്തിച്ച സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അതിലേക്ക് ഞാൻ പിന്നീട് ഇപ്പോൾ കടന്നു പോകുന്നില്ല. എന്നാൽ ഇതിന്റെ തൊട്ടു മുമ്പ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നായിരുന്നു നമ്മൾ ഇതുവരെയും ചിന്തിച്ചത്. സ്തോത്രം. ഇതിന്റെ തൊട്ട് മുതൽ ഉള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാമൂഹ്യമുള്ളവരാകണമെന്നും ദീർഘക്ഷമയുള്ളവരാകണമെന്നും മറ്റുള്ളവർ ക്ഷമിക്കണമെന്നും സ്നേഹിക്കണമെന്നും നമ്മൾ ദൈവത്തെ സ്തുതിക്കണമെന്നും വ്യക്തിപരമായി നമ്മൾ എപ്രകാരമൊക്കെ ദൈവസന്നിധിയിൽ ആയിരിക്കണം, ദൈവവചനം പഠിക്കണം, ദൈവവചനത്തോട് നമ്മൾ ആഴത്തിലേക്ക് കടന്നു വരണം, കർത്താവിന്റെ നാമത്തിൽ മറ്റുള്ളവരെ ഉപദേശിക്കണം, അങ്ങനെയുള്ള വിവിധ വ്യക്തിപരമായ ജീവിതത്തിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെയും മനസ്സിലാക്കുവാനായി ശ്രമിച്ചത്. സ്തോത്രം. എന്നാൽ അതിനുശേഷം അപ്പോസ്തലനായ പൗലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റു ലേഖനങ്ങളിലും പൗലോസിന്റെ ഈ സ്ഥിരം ശൈലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കേവലം വ്യക്തിപരമായ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു നിർത്തുകയല്ല പൗലോസ് ചെയ്യുന്നത്. എന്നാൽ അത് അവസാനിപ്പിച്ചതിന് ശേഷം കുടുംബത്തിലും ഒരു ദൈവ പൈതലിന് എപ്രകാരം ആയിരിക്കണം എന്നുള്ള കാര്യവും കൂടെ അപ്പോസ്തലനായ പൗലോസ് പറയുവാനായി ശ്രമിക്കുകയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗീയ വിളിക്കായിട്ട് വിളിക്കപ്പെട്ടവരാണ്, നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കേണ്ടവരാണ്, നമ്മൾ ഈ ലോകക്കാരല്ല. നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണമെന്നൊക്കെയാണ് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞു വരുന്നത്. നമുക്കിപ്പം ഒത്തിരി ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് അതൊന്നും ഇതുമായിട്ട് കണക്റ്റഡ് അല്ലാതാകുന്നില്ല. അതെല്ലാം അതിന്റെ ഭാഗമാണ്. സ്തോത്രം. അപ്പം നമ്മൾ അങ്ങനെ ഉയരത്തിൽ നോക്കി ജീവിക്കുമ്പോൾ നമ്മൾ ആരും ഇങ്ങനെ ചിന്തിക്കരുത്, ആ ഉയരത്തിലുള്ളതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് ജീവിക്കുന്നുണ്ട്, എനിക്ക് താഴത്തെ കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല, എൻ്റെ ഭാര്യയുടെ കാര്യമോ എൻ്റെ ഭർത്താവിന്റെ കാര്യമോ എൻ്റെ മക്കളുടെ കാര്യമോ എൻ്റെ മാതാപിതാക്കളുടെ കാര്യമോ ഒന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. സ്തോത്രം. നമ്മളോട് ഈ വചനങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഈ കുടുംബജീവിതത്തിന്റെ കാര്യങ്ങളെ പറ്റി നിങ്ങളോട് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം സമ്മതിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് ഒരു പ്രസംഗൻ എന്ന നിലയിൽ യഥാർത്ഥ ഒരു മനോഭാവം അല്ല എന്ന് പറയാറുണ്ടെങ്കിലും ഞാനത് സമ്മതിക്കുകയാണ്.
ഈ പറയുന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ഭർത്താവ് എന്ന നിലയിൽ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. സ്തോത്രം. കാരണം വചനത്തിൽ ഒരു ഒരു ഭർത്താവ് എന്ന നിലയിൽ ദൈവം നമ്മളോട് പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് സ്നേഹിക്കണമെന്നാണ്. നിഷ്കളങ്കര് അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത്, ഹൃദയംഗമായി പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. ഇത്രയും നാളത്തെ ആത്മീക ജീവിതത്തിന്റെ യാത്രയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണാം. ഞാൻ പൂർണ്ണമായി അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയ വ്യക്തി ആയി തീർന്നിട്ടില്ല. സ്തോത്രം. അതിലേക്കുള്ള യാത്രയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ ഇദ്ദേഹം വളരെ ഭക്തനായി ആമേൻ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഞാൻ സഭയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. ആമേൻ. ഈ വചനം എന്നോടും കൂടെ സംസാരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് അപ്രകാരമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചിലപ്പോഴെങ്കിലും അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നവരാണ്. എന്നാൽ അതൊരു നുറുക്കമായി, അതൊരു തകർച്ചയായി, അതൊരു വേദനയായി കർത്താവൻ ഈ വചനത്തിൽ കൂടിയും നമ്മളോട് ഇടപെടുമ്പോൾ അതിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ഈ വചനം എന്നോടും കൂടാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ദൈവസന്നിധിയിൽ ഈ വചനങ്ങളിലേക്ക് നമുക്ക് ചിന്തകളെ കൊണ്ടുവരാം. സ്തോത്രം. അതെ, വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, കുടുംബമായ കാര്യങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിന്നും ചിലത് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ എന്താണ് ഇവിടെ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, പൗലോസ് ഇവിടെ ആദ്യം കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഒരു ദൈവം നമ്മളെ ഒരു കുടുംബത്തിലാണ് ആക്കി വെച്ചത്. യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോഴും 33.5 വയസ്സുള്ളവനായി അങ്ങ് ജനിച്ചു വരികയായിരുന്നില്ല, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് വരികയായിരുന്നില്ല. നമ്മൾ ആദമിനെയൊക്കെ ദൈവം സൃഷ്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹവ്വയെ ദൈവം സൃഷ്ടിക്കുമ്പോഴൊക്കെ നമുക്കറിയാം ചില വർഷങ്ങളുടെ കുറച്ച് വയസ്സുള്ള ഒരു വ്യക്തിയായിട്ടാണ് സൃഷ്ടിച്ചത്, അല്ലെ? പക്ഷെ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ മാതൃകയോടെ ജീവിക്കാൻ, നമുക്ക് മാതൃകയോടെ കാണിച്ചു തന്ന യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്താണ്, ഒരു പൈതലായി, ഒരു സാധാരണ ഒരു കുഞ്ഞായ ഒരു നോർമൽ മനുഷ്യൻ ഇപ്പോൾ നമ്മൾ ജനിച്ചു വളരുന്നത് പോലെ ഒരു പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ വളരെ കഷ്ടതകൾ കൂടി കടന്നു വരുന്ന സാധാരണ ജീവിതത്തിൽ കൂടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പനുള്ള, അമ്മയുള്ള, അത് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാതെ പരിശുദ്ധന്മാർ സംഭവിച്ചതാണെന്നൊക്കെ എല്ലാം അറിയാമെങ്കിലും അങ്ങനെ ഒരു പശ്ചാത്തലം യേശു അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് തന്റെ ലൈഫ് മുന്നോട്ട് പോയത്. അതിൽ കൂടെയൊക്കെ ദൈവം നമ്മളോട് മനസ്സിലാക്കി തരുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. സ്തോത്രം. ഇതിലെ ആകത്തുക എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ കൊലോസ്യ ലേഖനമായി ചേർത്തു പറഞ്ഞാൽ ഇതെന്താണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിത് പറഞ്ഞു വരുമ്പോൾ അതിലേക്കാണ് വരുന്നത് എങ്കിലും ഞാനൊന്ന് ഇൻട്രൊഡക്ഷനായി പറയുകയാണ്. യേശുവിനെ കൂടുതൽ അറിയുവാൻ ഈ കുടുംബ ബന്ധങ്ങളിലൂടെയൊക്കെ നമുക്ക് കഴിയുന്നുണ്ട്. സ്തോത്രം. അതാണ് ഞാൻ പറയുവാനായിട്ട് ഇന്ന് പോകുന്നത്. സ്തോത്രം. ഈ കുടുംബ ബന്ധങ്ങൾ നമ്മൾ എപ്രകാരമായിരിക്കണമെന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി കേൾക്കുമ്പോൾ യേശുവിനെയാണ് നമ്മൾ ഇതിൽ കൂടി അറിയേണ്ടത്. യേശുവിനെ കൂടുതൽ നമ്മൾ അറിയുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ വ്യത്യാസം വരുന്നത്. അതാണ് കൊലോസ്യ ലേഖനത്തിന്റെ ആകത്തുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കൂടുതൽ അറിയുക, യേശുവിനെ കൂടുതൽ അറിയുക. കൊലോസ്യ ലേഖനം നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മെയിനായി പൗലോസിൽ നിന്നും അത് എന്തിനു വേണ്ടി എഴുതിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം: ക്രിസ്തുവിനെ കൂടുതൽ അറിയാൻ, ക്രിസ്തു എല്ലാമാണെന്ന് മനസ്സിലാക്കാൻ, ക്രിസ്തുവിന് പുറത്ത് നമുക്കൊരു ആവശ്യമില്ലെന്ന് മനസ്സിലാക്കാൻ, ക്രിസ്തുവിങ്കലേക്ക് നയിക്കപ്പെടാൻ, ക്രിസ്തു യേശു എന്ന പോയിന്റിലേക്ക്, എന്ന ചിന്തയിലേക്ക് വളരാനാണ് കൊലോസ്യ ലേഖനം എഴുതിയത്. അതുകൊണ്ട് ഞാൻ കുടുംബജീവിതത്തിന്റെ ഭദ്രതകളെ കുറിച്ച്, ഭർത്താവിന്റെയും ഭാര്യയുടെയും മക്കളുടെയൊക്കെ കടമകൾ പൗലോസോട് വിശദീകരിക്കുമ്പോഴും ഇതിനിടയിലെല്ലാം തൊട്ടുമുകളിൽ പറഞ്ഞതുപോലെ കർത്താവ് എന്താണ്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഉചിതം, കർത്താവിന്, അവിടെ കണ്ടോ, കർത്താവിൽ 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 എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ലേഖനങ്ങളിൽ കാണുന്നുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ക്രിസ്തുവിനെയാണ് വെക്കുന്നത്, അവിടെ എല്ലാം യേശുവിനെയാണ് വെക്കുന്നത്. അപ്പൊ നമ്മളുടെ ഓരോ ഉപദേശങ്ങളും അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ ഞാൻ അതുകൊണ്ടാണ് യേശുവിനെ ചേർത്ത് പറയാനിടയായത്. കാരണം അത് വിട്ടിട്ടൊരു ഉപദേശം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിനെ അറിയുക എന്നതാണ് കുടുംബജീവിതത്തിൽ കൂടി ദൈവം ഈ പശ്ചാത്തലത്തിൽ കൂടെയൊക്കെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിലിരിക്കണം. സ്തോത്രം. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഈ വചനത്തിൽ നിന്ന് കുടുംബജീവിതത്തെ പറ്റി മനസ്സിലാക്കാൻ ചെറിയ രീതിയിൽ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കഴിവിന്റെ പരമാവധി ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് താമസിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന്
ഞാൻ ഈ വചനത്തിൽ നിന്നും ചിന്തിക്കുന്നു. അതിൽ നിങ്ങൾക്കും എതിരില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായിട്ടൊക്കെ വിവിധ രാജ്യങ്ങളിൽ ചില സമയത്തൊക്കെ മാറി നിൽക്കേണ്ടി വന്നേക്കാം, അല്ലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ വന്നാലും ബൈബിളിന്റെ ഒരു മൊത്തത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ചിട്ട് എനിക്ക് ഞാൻ എന്റെ ചെറിയ അറിവിൽ നിന്നും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഭാര്യയും ഭർത്താവും കഴിയുന്നിടത്തോളം ഒരുമിച്ച് താമസിക്കുക എന്നതും, കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരുടെ കൺട്രോളിൽ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ പ്രസൻസിൽ വളരുന്നത് വളരെ ഉപകാരമാകുമെന്നുള്ള രീതിയിലാണ് എനിക്ക് ബൈബിളിൽ നിന്നും എന്റെ ചെറിയ പഠനത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചിന്തയിലേക്ക് വരുന്നതിന് മുമ്പ് കർത്താവിന്റെ ഒരു ആഗ്രഹം ഞാൻ നിങ്ങളോട് പറയുകയാണ്. യേശു കർത്താവ്, ഞാൻ അതിലേക്ക് പിന്നീട് വരുന്നുണ്ടെങ്കിലും 30 വയസ്സ് വരെ ഏകദേശം മാതാപിതാക്കൾ കീഴടങ്ങിയിരുന്നു എന്ന് തന്നെ നമ്മൾ അങ്ങ് ചിന്തിക്കുകയാണ്. കാരണം തന്റെ ചെറുപ്പത്തിലെ ഒരു അവസ്ഥ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, അത് നമുക്കിന്ന് വായിച്ച് കേൾക്കാം. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു കുടുംബത്തിൽ നിന്നെങ്കിൽ, അപ്പന്റെയും അമ്മയുടെയും ഒക്കെ കൂടെ നിന്നെങ്കിൽ, അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു മാതൃക യേശു കാണിച്ചു തന്നെങ്കിൽ, മാതാപിതാക്കളുടെ ഒപ്പം കുഞ്ഞുങ്ങളായിരിക്കണമെന്നതും ദൈവത്തിന്റെ ഒരു ചിന്തയാണ്, ദൈവത്തിന്റെ ഒരു സ്ട്രക്ചറാണ്. പഴയ നിയമം മുതൽ പുതിയ നിയമം വരെയും ഉള്ള മൊത്തത്തിലുള്ള നിങ്ങൾ കുടുംബജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് ചിന്തിച്ചാൽ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് നിൽക്കണം. അതിന് ചില കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നെങ്കിൽ, ചില കാര്യങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ സാമ്പത്തിക നന്മകൾ ഒരുപക്ഷെ കുറയാൻ സാധ്യതയുണ്ട്, നിങ്ങൾ പഠിച്ച ഒരു ജോലി ഒരുപക്ഷെ കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വരുമാനം കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ നാളത്തെ കുറിച്ചുള്ള ചില മോഹങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷെ അതൊക്കെ ചെയ്യാനൊന്ന് തയ്യാറാകാൻ ഈ വചനത്തിൽ നിന്നും തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ വചനങ്ങളുടെയൊക്കെ യാഥാർത്ഥ്യം വെളിപ്പെടണമെങ്കിൽ ഒരുമിച്ച് താമസിക്കണം. ഒരുമിച്ച് താമസിക്കാതെ ഈ വചനം പ്രസംഗിച്ചത് കൊണ്ട് വലിയ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി ഇതിൽ കൂടാത്ത നമ്മുടെ കുഞ്ഞുങ്ങളായ വ്യക്തികൾ, കുഞ്ഞുങ്ങളും മറ്റേ മാതാപിതാക്കൾ ഈ പ്രാർത്ഥന കൂടുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് സജഷൻ, നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിക്കുന്ന ഒരു സാഹചര്യം മകനോ മകളോ വരുന്നെങ്കിൽ, നിങ്ങൾ അങ്ങോട്ട് കയറി പറഞ്ഞ് അവരെ കൺട്രോൾ ചെയ്യണമെന്നല്ല, അങ്ങനെ ഒരു സജഷൻ പറയാൻ ഒരു അവസരം ലഭിക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ, എന്തെങ്കിലും കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുവാൻ ഒരു സാഹചര്യം വരുമ്പോൾ പറ്റുമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ ശ്രമിക്കുക, ചില നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും. സ്തോത്രം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനിപ്പോ പറയുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൊത്തത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ വചനങ്ങളുടെ പൂർണ്ണമായ ഒരു രീതിയിലേക്ക് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല കേട്ടോ. സ്തോത്രം. ദൂരെ നിന്ന് ഫോണിൽ നിന്നോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ അങ്ങനെ ഒരു ലൈഫിലേക്ക് പോയാൽ ഈ വചനം അതേപോലെ നമുക്ക് പൂർണ്ണമായി അങ്ങോട്ട് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ബൈബിൾ പഠിച്ചിട്ടും അങ്ങനെ ഒരു ഉപദേശത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ ബൈബിളിന്റെ ഉപദേശങ്ങളിൽ നിന്ന് കഴിയുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു ഉപദേശം ഞാൻ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷനായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനത്തിലേക്ക് വരികയാണ്. സ്തോത്രം. അപ്പോൾ കുടുംബ ജീവിതത്തിലെ ബന്ധങ്ങളെ പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ആദ്യം അപ്പോസ്തലനായ പൗലോസ് എടുക്കുന്നത് ഭാര്യമാരെ പറ്റിയാണ്. അത് ഈവൻ പത്രോസ് ആണെങ്കിൽ പോലും, പത്രോസിന്റെ ലേഖനത്തിൽ പോലും ഭാര്യമാരെ പറ്റിയാണ് പറയുന്നത്. ഇനി എഫെസ്യ ലേഖനത്തിൽ ആണെങ്കിൽ പോലും ഭാര്യമാരെ പറ്റിയാണ് പറയുന്നത്. സ്തോത്രം. അതിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അത് ഭാര്യമാർക്ക് എന്തെങ്കിലും ഓവർ കഴിവില്ലാത്തത് കൊണ്ട് അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ഹവ്വ ആദ്യം വഞ്ചിക്കപ്പെട്ടു എന്നൊരു ചിന്ത കാണുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അവരിൽ നിന്ന് തുടങ്ങാമെന്നത് കൊണ്ടായിരിക്കാം കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ദൈവം ഉപയോഗിച്ച് നന്നായിട്ട് നയിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാൻ അവരുടെയും ഭാഗം കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും കുടുംബമായിട്ട് ബന്ധപ്പെട്ടും അവർ ആദ്യത്തെ ക്രമീകരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ ഭാര്യയുടെ ഭാഗത്ത് തുടങ്ങുന്നത്. ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഭർത്താക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ആദ്യം ഭാര്യമാരെ പറ്റി പറയുമ്പോൾ ഈ മനുഷ്യൻ ഭാര്യമാർക്ക് എതിരാണ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്ന് ഭർത്താക്കന്മാരെ പറ്റി ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ, പറയാൻ പറ്റുന്ന സമയമുണ്ട്. ഇനി അബദ്ധവശാൽ ഞാൻ കുറച്ചേ പറഞ്ഞോളെങ്കിൽ അതിന്റെ അർത്ഥം ഇനിയൊന്നും പറയാനില്ലെന്നല്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ആദ്യം അത് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഞാനിത് തിരുത്തി ഭർത്താക്കന്മാരുടെ കാര്യം ആദ്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് ദയവായി ആർക്കെങ്കിലും ഒരു വിഷമം ആ ഭാഗങ്ങളിൽ ഉള്ള ആരെങ്കിലും സ്തോത്രം ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ, എന്താണ് ഈ കൊലോസ്യ ലേഖന പ്രകാരം ഇതിന്റെ അർത്ഥം എന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഭാര്യമാരെ പറ്റി പറയാൻ കാരണം ഒരുപക്ഷെ അതായിരിക്കാം. കാരണം
ഏദൻ തോട്ടത്തിൽ ദൈവമാക്കി വെച്ച സ്ഥലത്ത് നിന്നും തീർച്ചയായിട്ടും ആദം പാപം ചെയ്തു. ആദം കാരണക്കാരൻ തന്നെയാണ്. ആദമിനെ ദൈവം ശിക്ഷിക്കുന്നു, ആദമിനോട് ദൈവം ചോദിക്കുന്നു. എങ്കിലും അപ്പോസ്തലനായ പൗലോസ് അതിന്റെ തിയോളജി പറയുമ്പോൾ, അതിന്റെ ഒരു വ്യാഖ്യാനം പറയുമ്പോൾ, സ്ത്രീകൾ സഭയിൽ നയിക്കേണ്ട എന്നുള്ള, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, ഉപദേശിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പെട്ടെന്ന് ഹൗവയുടെ കാര്യം എടുത്തുകൊണ്ട് വരുന്നു. ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒന്ന് ചില സഭകൾക്കെങ്കിലും അതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഉപദേശമാണ് ഞാനിപ്പോ പറയുന്ന ചില കാര്യങ്ങൾ. അത് എന്നോട് വ്യക്തിപരമായിട്ട് ദുഃഖം തോന്നരുത്, അത് ദൈവജനത്തിന്റെ ഒരു മാറ്റമില്ലാത്ത സത്യമാണ്. സ്വന്തം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ വേദനിപ്പിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടാണ് ഞാനത് വളരെ സരളമായ രീതിയിൽ, വളരെ 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 ശാന്തമായ രീതിയിൽ ഞാനത് പറയുവാനായി ശ്രമിക്കുകയാണ്. സ്വത്രം. അതെ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുവിൻ. സ്തോത്രം. ആ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഒത്തിരി വിവാഹ ശുശ്രൂഷകളിലും അനേക ശക്തന്മാരായ ദൈവദാസന്മാരുടെ ശുശ്രൂഷകളിൽ കൂടെയൊക്കെ ഈ വചനത്തിന്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഈ വചനത്തിൽ നിന്നും കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. സ്വതന്ത്രം. ഭാര്യമാരോട് അല്ലെങ്കിൽ കുടുംബത്തിലെ സഹോദരിമാരോട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം എന്ത് ചെയ്യുക? കീഴടങ്ങുവീൻ. സ്തോത്രം. കീഴടങ്ങുവീൻ. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, കീഴടങ്ങുക എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പല പ്രസംഗങ്ങളിൽ കേട്ടിട്ടുള്ളതാണ്. ആമേൻ. ഇത് നമ്മളെ മറ്റു പ്രസംഗങ്ങൾ കേട്ടത് കീഴടക്കുക എന്നല്ല. ആമേൻ. സഹോദരിമാരോട് പറയുകയാണ്, നിങ്ങൾ കീഴടങ്ങുവിൻ, സബ്മിസീവ് ആയിരിപ്പീൻ എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ അവർക്ക് എന്താണ്, അവരുടെ മുന്നിൽ സബ്മിസീവ് ആയിരിക്കുക, അവരുടെ മുന്നിൽ കീഴടങ്ങിയിരിക്കുക എന്നൊരു മനോഭാവത്തിൽ. അങ്ങനെ തന്നെയാണ് ബൈബിൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. സ്വത്രം. അതിനകത്ത് മറ്റൊരു വ്യാഖ്യാനത്തെ നമ്മൾ കൊണ്ടുവരേണ്ട. സ്വത്രം. ഇനി ഞാൻ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സഹോദരിമാർക്ക് കഴിവില്ലെന്നല്ല. സ്വത്രം. സഹോദരന്മാരെക്കാൾ കഴിവ് കുറഞ്ഞവരോ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ ബുദ്ധി ഇല്ലാത്തവരെന്നോ എന്ന അർത്ഥത്തിലല്ല ബൈബിൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്വത്രം. നമ്മൾ പല വ്യാഖ്യാനങ്ങൾ, പല പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ അവിടെ പറയുന്ന ഒരു വാചകം, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കർത്താവിൽ, അവിടെ കർത്താവിനെയും കൂടെ ചേർത്ത് പറയുന്നത് കൊണ്ട് നമ്മൾ കർത്താവിനെയും കൂടെ ചേർത്തേ നമുക്ക് ആ ഉപദേശം പറയാൻ പറ്റൂ. സ്തോത്രം. അപ്പോൾ കീഴടങ്ങുക എന്ന് പറയുമ്പോൾ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കർത്താവ് കീഴടങ്ങിയിരുന്ന മനോഭാവം ഉണ്ടായിരുന്നു. സ്തോത്രം. യേശു കർത്താവ് 33.5 വർഷം, നമുക്കറിയാമല്ലോ, നമ്മൾ ഈ കൊലോസ്യ ലേഖനത്തിന്റെ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചതാണ്. എന്താണ്? ഫിലിപ്പിയ ലേഖന്റെ 2-ാം അധ്യായത്തിന് 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ച, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപപ്പെടുത്ത് വേഷത്തിൽ മനുഷ്യനായി, കേവലം ദാസരൂപത്തിലേക്ക് യേശു കർത്താവ് ഈ ഭൂലോകത്തിൽ വെളിപ്പെട്ടു. സത്യത്തിൽ അത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിതാവിന്റെ മുന്നിൽ അവൻ തന്നെത്താൻ താഴ്ത്തുകയായിരുന്നു. അല്ലാതെ നമ്മുടെ മുന്നിൽ താഴുന്നത് എന്ന് പറഞ്ഞാൽ പിതാവിന് അനുസരണമുള്ളവനായിരിക്കുന്നത് കൊണ്ട് താഴുന്നതാണ്. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിന് കീഴടങ്ങേണ്ടത് എന്തുകൊണ്ടാണ്? ഈ ഞാൻ 18 മുതൽ 4:1 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചാണ്. നമുക്ക് ഉയരത്തിലൊരു യജമാനനുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു മാസ്റ്റർ ഉണ്ട്, നമ്മൾ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു ഘടകം മുകളിലുണ്ട്. ആ മുകളിലത്തെ ഘടകം അല്ലെങ്കിൽ മുകളിലത്തെ കൺട്രോൾ ചെയ്യുന്ന ദൈവത്തിന്റെ പ്ലാനിലുള്ള നിയമമാണ് ഭാര്യ ഭർത്താവിന് അല്ലെങ്കിൽ ഹസ്ബൻഡിന് വൈഫ് സബ്മിസീവ് ആയിരിക്കുക, കീഴടങ്ങിയിരിക്കുക. ഇത് ഞാൻ പറഞ്ഞു തീർന്നില്ല, ഇത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. പിതാവിന് 100% യേശു സറണ്ടർ ചെയ്തു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്താണ് ഈ സറണ്ടർ എന്നല്ല, ഈ കീഴടങ്ങിയിരുന്നു വെച്ചാൽ കീഴടങ്ങിയിരുന്നു. 33.5 വയസ്സത്തെ ജീവിതം നോക്കിയാൽ മതി. എന്നാൽ യേശുവിന് പിതാവുമായിട്ട് എന്തെങ്കിലും കഴിവുകളുണ്ടായിരുന്നു? ഇല്ല. ഞാനതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവിനെ ഞാനൊന്ന് ഇങ്ങനെ പറയട്ടെ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിന് കീഴടങ്ങുക എന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു സംഭവമേ അല്ല. പ്രത്യേകിച്ച് ആധുനിക ലോകത്തിന്റെ തിയോളജി അനുസരിച്ചും ചിന്താഗതി അനുസരിച്ചും ഇതൊന്നും പ്രായോഗികമേ അല്ല. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വ്യക്തി ഇത് കഴിയുന്നില്ല, കർത്താവ് എനിക്ക് എൻ്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കാൻ പറ്റുന്നില്ലപ്പാ എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഇന്നൊരു നല്ല ശതമാനത്തിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ,
ഇത് ആ കൾച്ചറിൽ പൗലോസ് പറഞ്ഞതാണ് എന്ന് പറയുന്ന ഒരു തിയോളജിയാണ് കുഴപ്പം. ഞാനിത് പറഞ്ഞു വരുമ്പോൾ വേദന തോന്നരുത്. ഈ വചനത്തെ അതുപോലെ ഉൾക്കൊള്ളാൻ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അനുസരിക്കാൻ എനിക്ക് പറ്റുന്നില്ലപ്പ എന്നൊരു തകർച്ചയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എനിക്കിതൊന്നും ഇങ്ങനെ ഇതൊന്നും ഞാൻ ഉൾക്കൊള്ളുന്നില്ല എന്നൊരു മനോഭാവമാണെങ്കിൽ ദൈവത്തിനെതിരെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ നിയമമാണ്, ഇത് ദൈവത്തിന്റെ പ്ലാൻ. ഇത് ആ ഭർത്താവ് എത്ര യോഗ്യൻ എന്നുള്ളതല്ല. പിതാവ് പൂർണ്ണമായി പെർഫെക്റ്റ് ആണ്, യേശുവും പെർഫെക്റ്റ് ആണ്. അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ കഴിയത്തില്ലെങ്കിലും യേശു കേവലം മനുഷ്യർക്ക് പോലും കീഴടങ്ങിയിരുന്നിട്ടുണ്ട്, അല്ലേ? നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴ് സ്നാനമെടുക്കാൻ യേശു തയ്യാറായി. ഇനി ആ പറയുന്ന വാക്കുകൾ നമുക്ക് അതൊന്ന് ആഴത്തിൽ ചിന്തിക്കാം. കർത്താവിന് ഉചിതമാവണം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൽ ഇത് പ്രസാദകരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ ഭർത്താവിനോ ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിനോ ഒരുപക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ഒരു ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്നത്. എന്നാൽ അത് കർത്താവിന് ഇഷ്ടമാണ്, കർത്താവിന് പ്രസാദകരമാണ്. നമ്മുടെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയവന് 33 അല്ലെങ്കിൽ നമ്മൾ 80 100 വയസ്സിൽ ലോകം എങ്ങനെയായിരുന്നു എന്നല്ല, നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ സൃഷ്ടാവ് പറയുകയാണ്, എനിക്കിത് ഇഷ്ടമാണ്, എൻ്റെ നിയമമാണിത്, എൻ്റെ നിയമമാണിത്. ഞാൻ ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം, സൗമ്യമായി ചിന്തിക്കാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഒരു ചിന്തയുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമുക്ക് അതും ചിന്തിക്കാം. നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ക്രിസ്ത്യാനിറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത് കീഴടങ്ങുക എന്നതാണ്. മറ്റൊരു വ്യക്തിയെ എന്നേക്കാൾ ശ്രേഷ്ഠനെന്നുക എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് മറ്റൊരാളെ ശ്രേഷ്ഠനെണ്ണാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അത് ക്രിസ്തുവിന്റെ ഉപദേശമാണ്. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച്. അത് കേവലം ഭാര്യ ഭർത്താവിനോട് മാത്രമല്ല, ഭർത്താവ് ഭാര്യയോട്, ലോകത്തിലെ ഏത് സ്ഥലങ്ങളിലും തന്നെത്താൻ ത്യജിക്കുക എന്നത് ഒരു ക്രിസ്തീയ കുടുംബത്തിലെ എല്ലാവരുടെയും ചുമതലയാണ്. അത് കേവലം ഭാര്യയുടെ മാത്രമല്ല, ഭർത്താവിന്റെ മാത്രമല്ല. ഇപ്പൊ ക്രിസ്ത്യൻ ഉപദേശം എന്ന് പറയുന്നത് സറണ്ടർ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, കീഴടങ്ങുന്ന ഒരു സ്വഭാവമാണ്. യേശു എന്താ ചെയ്തത്? ശിഷ്യന്മാരുടെ കാല് കഴുകി. യേശു എന്താ ചെയ്തത്? സേവന മനോഭാവത്തോടു കൂടി കടന്നു വന്നു. യേശു എന്താ ചെയ്തത്? ഞാൻ സേവനം വാങ്ങുവാൻ വന്നയാളല്ല, ഞാൻ നിങ്ങളെ സേവിക്കാൻ വന്ന വ്യക്തിയാണ്. പൗലോസ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ഇതേ മനോഭാവമാണ് ക്രിസ്തീയ മനോഭാവം. ആ മനോഭാവത്തിന്റെ പൂർണ്ണതയിലേക്ക് ഒരു വ്യക്തിക്ക് വരാൻ ദൈവം കൊടുക്കുന്ന ഒരു അവസരമാണ് കുടുംബജീവിതം, അല്ലെ? ക്രിസ്തുവിനെ എപ്രകാരം നമ്മളെ രക്ഷിക്കേണ്ടതിന് സബ്മിസീവായെന്നും കീഴടങ്ങിയെന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള നല്ല അവസരമാണ്. നമുക്കൊട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമുക്കൊട്ടും കീഴടങ്ങാൻ പറ്റാത്ത ഒരു മനുഷ്യനെ നമ്മൾ കീഴടങ്ങിയിരിക്കുന്നതിലൂടെ ദൈവം നമ്മളോട് പഠിപ്പിക്കുന്നത്. എന്നെയും നിങ്ങളെ രക്ഷിക്കാൻ ഈ താണഭൂമിയിലേക്ക് യേശു ഇറങ്ങി വന്നപ്പോൾ സാധാരണ മനുഷ്യന്റെ കാലുവരെ കഴുകി സേവന മനോഭാവത്തോടു കൂടി 33.5 വർഷം തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ജീവിച്ചതും മനസ്സിലാക്കാനുള്ള ഒരു നല്ല അനുഭവത്തിന്റെ അവസരമാണ് കുടുംബജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന മനോഹരമായ ഈ അവസ്ഥ. അതെനിക്ക് പറ്റില്ലെന്ന് പറയുമ്പോൾ നമുക്ക് കർത്താവിനെ അറിയുവാനുള്ള അവസരങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ്. അത് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ഞാൻ പ്രാർത്ഥിച്ചത് എന്നെ കൊണ്ട് കഴിയുന്നില്ല, അതല്ല. ഇതൊന്നും ഞാൻ അംഗീകരിക്കില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിനെതിരാവുകയാണ്. നമ്മൾ ആ വ്യക്തിക്കല്ല എതിരാകുന്നത്, ദൈവപ്രമാണത്തിനെതിരാവുകയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ,
നമ്മുടെ നാട്ടിൽ പോലീസുണ്ട്, സാധാരണ പോലീസുകാരുണ്ട്, അതിന് മുകളിൽ SI ഉണ്ട്, അതിന് മുകളിൽ SP ഉണ്ട്, അതിന് മുകളിൽ DGP ഉണ്ട്. ഒരുപക്ഷെ താഴെയുള്ള ഒരു പോലീസുകാരന്റെ കഴിവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മസിൽ പവറോ ഒന്നും ബുദ്ധിയൊന്നും ചിലപ്പം മുകളിൽ ഇരിക്കുന്നവർക്ക് പൂർണ്ണമായി വേണമെന്നില്ല, അതിനെക്കാട്ടി കഴിവുള്ളവരാണ്. ഇനി അങ്ങനെ വേണം, ഇനി അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസുകാരന് SP-യെ വഴക്ക് പറയാൻ പറ്റത്തില്ല. അത് ആക്കി വച്ചിരിക്കുന്ന ഒരു നിയമമാണ്. SP-ക്ക് SP-യുടേതായ പവറുണ്ട്. താഴെയായിരിക്കുന്ന പോലീസിന് ഭയങ്കര കഴിവുള്ള വ്യക്തിയാണെങ്കിലും, ഭയങ്കര മസിലുള്ള വ്യക്തിയാണെങ്കിലും, ഭയങ്കര വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണെങ്കിലും, ഇദ്ദേഹത്തെക്കാൾ വലിയ ജ്ഞാനമുള്ള വ്യക്തിയാണെങ്കിലും SP നിയമപ്രകാരം സാധാരണ പോലീസുകാരന്റെ മുകളിലാണ്. അത് കഴിവ് കൊണ്ടല്ല, അത് അങ്ങനെയാണ് നിയമം. അവരുടെ മുകളിലാണ് DGP. DGP-യെ കൺട്രോൾ ചെയ്യുന്ന നേതാക്കന്മാർ. ഈ വ്യവസ്ഥയെ തെറ്റിച്ചാൽ എന്താണ് പറയുന്നത്? ആ വ്യക്തി ഇന്ത്യയുടെ നിയമം തെറ്റിച്ചു, ഇന്ത്യയുടെ നിയമം തെറ്റിക്കുന്നു. അങ്ങനെയാണല്ലോ അങ്ങനെയുള്ളവരെ ചില പോലീസുകാരെ വരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത്, അല്ലെ? ഇന്ത്യക്ക് എഴുതപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ ദിവസങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ ചുംബിച്ചുകൊണ്ട് താൻ പോകുന്നതായി നമ്മൾ കണ്ടല്ലോ. ഭരണഘടന, അതിന് പുറത്തേക്ക് ആർക്കും സഞ്ചരിക്കാൻ കഴിയത്തില്ല. അത് എഴുതപ്പെട്ട ഒരു ഉപദേശമാണ്. ചിലത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ നിയമത്തിനെതിരായി. ദൈവം യേശു മുഖാന്തരം മണ്ണുകൊണ്ട് നിർമ്മിച്ച ആദമിനെ ഹൗവയെയും സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിനനുസരിച്ച് കുടുംബം മുന്നോട്ട് പോകുവാനും ദൈവത്തെ അവരറിയുവാനും ദൈവം വെച്ച കുടുംബത്തിലെ വ്യവസ്ഥയാണ് കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി നമ്മളോട് പറയുന്നത്. അത് നേരെ തിരിച്ചും, ചിലപ്പോൾ ആത്മീക പക്വതയില്ലാത്ത ഒരു വ്യക്തിയാണ് ഭാര്യയെങ്കിൽ ഭർത്താവ് അവിടെ ചിലപ്പോൾ സബ്മിസീവ് ആയിരിക്കേണ്ടി വരും. അതും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനിറ്റിയുടെ മൊത്തത്തിലുള്ള അറിവിൽ, മൊത്തത്തിലുള്ള ഉപദേശത്തിൽ ഒരുപക്ഷെ ദൈവവചനം നന്നായിട്ട് അറിയാത്തൊരു ഭാര്യയുടെ മുന്നിൽ ഒരു ഭർത്താവ് കുറച്ചു കാലം സബ്മിസീവ് ആയിരുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങളോ, അതിന്റെ അർത്ഥം ഞാൻ ഉപദേശം മാറ്റിയെന്നല്ല, ഞാൻ പറഞ്ഞതിന്റെ ആശയം നിങ്ങളോട് എത്തി എന്ന് വിശ്വസിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ ലൈഫിൽ കർത്താവ് നമ്മുടെ സബ്മിസീവ് ആകാൻ ദൈവം ഇനി ഭാര്യയുടെ മുന്നിലാണെങ്കിലും ഭർത്താവിന്റെ മുന്നിലാണെങ്കിലും അവസരങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമായി കാണണം. കാരണം കർത്താവിനെ കൂടുതൽ അറിയുവാൻ ദൈവം തരുന്ന അവസരങ്ങളാണ്. നമ്മൾ എത്രയോ പാഴാക്കി. കർത്താവ് എത്രത്തോളം താണുവന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ദൈവം കുടുംബജീവിതത്തിൽ വെച്ചിരുന്ന എത്രയോ ദിവസങ്ങൾ നമ്മൾ വഴക്കിട്ട് ജയിച്ച് അത് മറന്നുപോയി, മറന്നു കളഞ്ഞു, അല്ലെ? നമ്മളാണ് ശരിയെന്ന് പറയുവാൻ, ഞാനാണ് കഴിവുള്ളവൻ എന്ന് പറയുവാൻ, ഞാനാണ് കഴിവുള്ളവനെന്ന് സ്ഥാപിക്കുവാൻ നമ്മൾ ശ്രമിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കുടുംബജീവിതത്തിൽ വഴക്കുണ്ടായതിലുപരിയായി ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകാൻ, ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ നമുക്ക് ലഭിച്ച നല്ല അവസരങ്ങൾ നമ്മൾ ഒരുമിച്ച് പലപ്പോഴും പാഴാക്കി. അത് കർത്താവിന് പ്രസാദകരമാണ്. നമ്മുടെ അപ്പനും അമ്മയും ചിലപ്പം പറയായിരിക്കും, മോളെ നീ കഴിവ് കെട്ടവളാവല്ലേ, മോളെ നീ അവന്റെ വാക്ക് കേട്ടിട്ട് നീ മണ്ടിയാവല്ലേ. ചിലപ്പോ ഒരുപക്ഷെ ലോകത്തിലെ കൂട്ടുകാരികൾ നമ്മളെ വിളിച്ചു പറയും, നീ ഇത്രയും പഠിച്ച കുഞ്ഞല്ലേ മോളെ, അവന്റെ ബുദ്ധികേട് കേട്ട് നീ നിൽക്കണോ? ഞാൻ പറഞ്ഞ ദൈവവചനത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ ഭർത്താവ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണമെന്നല്ല, അല്ലാത്ത കാര്യങ്ങൾ ലോകം നമ്മളോട് ഉപദേശിച്ചു കൊണ്ടുവരും. പക്ഷെ ബൈബിൾ പറയുക, ലോകത്തിൽ ആർക്കെങ്കിലും ഒരു ഭാര്യ കീഴടങ്ങിയിരിക്കണമെങ്കിൽ, സബ്മിസീവ് ആയിരിക്കണമെങ്കിൽ, അത് ആദ്യം ഒരു ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന ഭർത്താവിനായിരിക്കണം. ഇത് ഞാൻ കൊണ്ടുവന്ന ഉപദേശമല്ല. ഇതിൽ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാനിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് എന്റെ തെറ്റാകും. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ അർത്ഥം ഭർത്താക്കന്മാർ അവരെ പിടിച്ചടക്കണമെന്നൊന്നുമല്ല. ചിലപ്പോൾ നേരെ തിരിച്ചു. ഞാനിപ്പോ ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഭർത്താവ് ചില സമയത്ത് ഭാര്യയ്ക്ക് വചനത്തിന്റെ ആഴം മനസ്സിലായിട്ടില്ലെങ്കിൽ ഭർത്താക്കന്മാർ ചില സമയത്ത് സബ്മിസീവ് ആയിരിക്കേണ്ടി വരും. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്തൊരു ഭർത്താവ് ഉണ്ടെന്ന് വെച്ചു,
അപ്പൊ ആ ഭർത്താവിന് എങ്ങനെ സബ്മിസീവ് ആകണം, എങ്ങനെ എനിക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം, അതിനും ഇത് തന്നെയാണ് മാർഗം ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് ബൈബിളിലെ കാര്യങ്ങൾ, യേശുവിനെ വിശ്വസിക്കുന്ന ഇതാണെങ്കിൽ ഭർത്താവ് പറയുന്നതെല്ലാം കേട്ട് നിൽക്കണമെന്നല്ല ബൈബിൾ പറയുന്നത്. അല്ല, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ സ്നേഹിക്കുവാനുള്ള ഒരു 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 സ്വഭാവം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി രക്ഷിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് പോലും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും അവരുടെ ദൈവം വെച്ചിരിക്കുന്ന സ്വഭാവം ഇതാണ്. എന്താണ് പത്രോസ് ഇതിനെപ്പറ്റി പറഞ്ഞത്? അതുപോലെ തന്നെയാണ് പറഞ്ഞത്. നമുക്കതൊന്ന് വായിക്കാം. ഞാനിപ്പോ പറഞ്ഞതാണ് ആ വാക്യം. 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവനും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതെ ഇരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. നെറ്റ്വർക്ക് ഓക്കെ. നമ്മൾ പത്രോസിന്റെ ലേഖനമാണല്ലോ ഇപ്പോൾ വായിച്ചത്. സ്തോത്രം. അവിടെ എന്താണ് അപ്പോസ്തലനായ പത്രോസും ഇതിന് ഒട്ടും വ്യത്യസ്തമായ ഒരു കാര്യമല്ല പറയുന്നത്. നമ്മളിപ്പോൾ വായിച്ചല്ലോ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പത്രോസും അത് തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഒരു സഹോദരിക്ക് ഭർത്താവിനെ കീഴടങ്ങിയിരിക്കുവാൻ ബുദ്ധിമുട്ടായ, ഒരുപക്ഷെ ഭർത്താവ് ദൈവകൃപയിൽ അല്ലെങ്കിൽ വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം, കുറെ കാര്യങ്ങൾ ദൈവത്തിന്റെ ദാസൻ അത്യാവശ്യമായ കാര്യങ്ങൾ അവിടെ സംസാരിക്കുകയാണ്. സ്വന്തം എന്ന് പറഞ്ഞാൽ ദൈവവചനം നമ്മളോട് പറയുന്നത്, ഒരു ഭർത്താവോ ഭാര്യയോ ദൈവകൃപയിൽ അല്ലെങ്കിൽ പ്രമാണം രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ ഇത് തന്നെയാണ്. ഇപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരു ഭാര്യയാണെങ്കിൽ പോലും ഭർത്താവിന്റെ നല്ല നടപ്പ് കണ്ടിട്ട് ഭാര്യ ക്രിസ്തുവിലേക്ക് വരണം. രക്ഷിക്കപ്പെടാത്ത ഒരു ഭർത്താവാണ് വീട്ടിലുള്ളതെങ്കിൽ ഭാര്യയുടെ കടമകൾ ബൈബിൾ പ്രകാരം ഉള്ളത് കണ്ടിട്ട് ഭർത്താവ് കൃപയിലേക്ക് വരണം. ഇപ്പോൾ ഞാനിപ്പം ഈ ഗ്രാമങ്ങളിലൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരുപക്ഷെ നമ്മളിൽ ഒക്കെ ഉള്ള ആളുകൾക്കറിയാം, സഹോദരിമാരാണ് കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. സഹോദരിമാർ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടെങ്കിലും അവർ പറയുന്നു ഭർത്താവ് മദ്യപാനിയാണ്, ഒത്തിരി കുഴപ്പമുണ്ടെന്നൊക്കെ പറയും. തീർച്ചയായിട്ടും നമ്മളതിലെ ഒരു നല്ല ശതമാനം കാര്യങ്ങൾ അവർ പറയുന്നത് ശരിയാണ്. എന്നാൽ ബാക്കി ഭാഗം നമ്മൾ നോക്കുമ്പോൾ അവർ പ്രാർത്ഥനയ്ക്ക് നന്നായിട്ട് വരുന്നുണ്ടെങ്കിലും വീട്ടിൽ ചെന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയില്ല, സബ്മിസീവേ അല്ല, കീഴടങ്ങുകയില്ല. മുഴുവൻ വഴക്കാണ്, ഭയങ്കര ബഹളമാണ്, ഭയങ്കര വിഷയമാണ് അവിടെ. അപ്പൊ അങ്ങനെ ഒരു ജീവിതം നയിച്ചാൽ അവരൊരിക്കലും പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. ഇപ്പൊ നമ്മൾ പാസ്റ്റർ ചെല്ലുമ്പോൾ പറയാണ്, പാസ്റ്ററെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു, ഈ മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് വരില്ല, അല്ലെ, അല്ലെങ്കിൽ ഈ വ്യക്തി പ്രാർത്ഥനയ്ക്ക് വരില്ല. വരാൻ നമ്മളിൽ ഭാര്യയാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നതെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് അവർക്ക് ബോധ്യം വരുന്നില്ല. വചനം കൂടാതെ ഒരു ബോധ്യം അവരിലേക്ക് വരുന്നില്ല. നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ലൈഫിൽ കർത്താവ് നമ്മുടെ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാവണ്ണം കീഴടങ്ങുവീരെന്നാ പഠിപ്പിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ഈ വചനങ്ങൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്നില്ലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ദൈവവചനത്തിൽ
നന്നായി അനുസരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ളവരാണ് ഈ പ്രാർത്ഥന മീറ്റിംഗിൽ പങ്കെടുക്കുന്നതെന്ന് ഓർത്ത് ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ ആത്മീക സമൂഹത്തിൽ ഡൈവോഴ്സുകൾ, കുടുംബ ബന്ധങ്ങൾ ഉലച്ചിൽ സംഭവിക്കാൻ ഒരു നല്ല കാരണമെന്ന് പറയുന്നത് എനിക്ക് ഭർത്താവിനേക്കാൾ പഠിപ്പുണ്ടെന്നും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്നേക്കാൾ പഠിപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈഗോ വിഷയങ്ങളാണ്. പരസ്പരം കീഴടങ്ങിയിരിക്കുവാൻ, സബ്മിസീവായിരിക്കുവാൻ കഴിയുന്നില്ല. നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്നതാണ് അർത്ഥം. കർത്താവ് നമ്മളെ രക്ഷിക്കാൻ എത്ര സബ്മിസീവായെന്നൊന്ന് ആഴത്തിൽ അറിഞ്ഞാൽ കുറച്ച് മിണ്ടാതിരിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. അവരുടെ സാലറിയിൽ ജീവിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അവരുടെ പോക്കറ്റിലെ പണത്തിൽ ജീവിക്കാൻ നമുക്കൊരു കുറവായിട്ട് തോന്നത്തില്ല. ഇന്നൊരു കുറച്ചിലായിട്ട് എന്റെ ഭർത്താവിന്റെ പണത്തിൽ ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നത് ഇന്നൊരു വലിയ കൊച്ചാകപ്പെടുകയാ. അത് സഭകളിൽ കടന്നു. ഇന്ന് നമ്മൾ എവിടെയാണ് ക്രിസ്തുവിനെ ആഴത്തിൽ അറിയാൻ ശ്രമിച്ചത്? നമ്മൾ മോഡേൺ ഫിലോസഫിയിലേക്കാണോ പോകുന്നത്, അതോ യേശുവിന്റെ ഉപദേശങ്ങളിലേക്കാണോ പോകുന്നത്? ക്രിസ്തു നമ്മളെ കാണിച്ചു തന്ന മാതൃകകളിലേക്കാണോ? യേശു ദൈവമായിരുന്നിട്ട് ഈ ഭൂമിയിൽ 33 വർഷം തന്റെ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ, തന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഒന്നും ചെയ്യാതെ, തനിക്ക് ആഗ്രഹങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ച് ശൂന്യനാക്കിക്കൊണ്ട് പിതാവിന്റെ ഇഷ്ടത്തിനായി മാത്രം ജീവിച്ച ഒരു വ്യക്തി നമ്മുടെ മുന്നേ നടന്നു പോകുമ്പോൾ നമുക്കെന്തേ കുടുംബജീവിതത്തിലേക്ക് വന്ന് കർത്താവ് നമ്മളെ രക്ഷിക്കാൻ കാണിച്ച മാതൃകയുടെ ആഴം മനസ്സിലാക്കാൻ ദൈവം കുടുംബ ബന്ധങ്ങളിൽ അവസരം തരുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ വചനത്തിൽ കൂടിയും ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞോ? ക്രിസ്തുവിനെ നമ്മൾ മോഡേൺ ഫിലോസഫി പറയുന്ന ഒരു വ്യക്തിയുടെ ജ്ഞാനം അറിഞ്ഞോ എന്നുള്ളതല്ല വിഷയം. യവനന്മാർ ജ്ഞാനമന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നഗ്നനായി ക്രൂശിൽ കിടന്ന ക്രിസ്തു, തകർക്കപ്പെട്ട് കിടന്ന ക്രിസ്തു, വേദനിക്കപ്പെട്ട് കിടന്ന ക്രിസ്തു, അപമാനിക്കപ്പെട്ട ക്രിസ്തു, മാറ്റി നിർത്തപ്പെട്ട ക്രിസ്തു, തെറ്റിദ്ധരിക്കപ്പെട്ട ക്രിസ്തു. ഭവനത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന വ്യക്തിയാണോ? നിങ്ങളെ അപമാനിക്കുന്ന ഒരു കുടുംബജീവിതമാണോ നിങ്ങൾക്കുള്ളത്? എത്ര ചെയ്താലും കുറ്റം പറയുന്ന ഒരു ഭർത്താവാണോ നിങ്ങൾക്ക്? നല്ല അവസരമാണ് ക്രിസ്തുവിനെ അനുഭവിക്കാൻ. കാരണം ഒരു പാപവും ചെയ്യാതിരുന്നിട്ടും നിങ്ങളിൽ ആരെന്നെ പാപം കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് ഒരു മനുഷ്യനും കഴിവില്ലാതിരുന്നിട്ടും തെറ്റുകാരനെന്നും ക്രൂശിക്ക എന്നും അന്നത്തെ പശ്ചാത്തലത്തിൽ ഏറ്റവും ശാപമേറിയ, ഏറ്റവും വളരെ നാണം കെടുന്ന രീതിയിലുള്ള മരണം വരിക്കാൻ എന്റെ യേശു എനിക്ക് വേണ്ടി തയ്യാറായി. വ്യക്തിപരമായി നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി തയ്യാറായി. അങ്ങനെ ഒരു ക്രിസ്തുവിന്റെ പുറകിലാണ് നമ്മൾ പോകുന്നത്. ആ യേശുവിനെ ആഴത്തിൽ അറിഞ്ഞാൽ ഒന്ന് താഴുവാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അത് ചില സെക്കൻഡുകളിൽ നമ്മൾ മറന്നു പോകുമ്പോൾ താഴാതിരിക്കുമായിരിക്കാം, കുഴപ്പമില്ല. പക്ഷെ പെട്ടെന്ന് ദൈവാത്മാവിൽ ആ ആഴത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് താഴുവാൻ, ആ സബ്മിസീവായിരിക്കുവാൻ അതൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ള ആ സത്യങ്ങളെ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങളോളം എത്തുന്നു എന്ന് വിശ്വസിക്കുകയാണ്. സ്തോത്രം. എന്താണ് അപ്പോസ്തലനെ പോലെ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങിയിരിപ്പി. പക്ഷേ ഞാൻ ഇതിനിടയിൽ പറഞ്ഞതുപോലെ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഈ പ്രസംഗിച്ച് നിർത്തുമ്പോൾ തന്നെ ഒരു പക്ഷേ ആരെങ്കിലും നമ്മളോട് പറയും, വിട്ടുകൊടുക്കല്ലേ മോളെ. ചിലപ്പം ആത്മീയ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ തന്നെ പറയുന്നത്, മോളെ ഞാൻ നിന്നെ പഠിപ്പിച്ചതല്ലേ, നീ എഞ്ചിനീയർ ആണ്, നീ ഡോക്ടറാണ്, നീ ആരാണെന്നുള്ള ഭാവം നീ ഓർത്തോണം. നിന്റെ ഭർത്താവ് അവിടെ എവിടെങ്ങാണ്ട് കേരളത്തിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചതാ, നീ അങ്ങനല്ല കേട്ടോ. ആ കുഞ്ഞിനെ കർത്താവിനെ അറിയാൻ ഭാഗ്യം കൊടുക്കുമ്പം നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ആ കൊച്ചിനെ കർത്താവിനെ അറിയാനുള്ള അവസരമല്ല നമ്മൾ പൊളിച്ചു കളയുക. എന്നിട്ട് നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ രൂപം എന്റെ മേൽ വരട്ടെ, നിന്റെ ഭാവം എന്റെ മേൽ വരട്ടെ. എവിടെ വരാൻ? നമുക്ക് അവസരം കിട്ടിയപ്പോഴെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ
ലോകത്തിന്റെ ഭാവത്തിൽ വളർത്താൻ ശ്രമിക്കും. നമുക്ക് കർത്താവിന്റെ ഭാവം ഒന്നും നമ്മൾ അറിഞ്ഞതുമില്ല, അല്ലെങ്കിൽ അറിഞ്ഞെങ്കിൽ പ്രസംഗത്തിന് ഒരു പോയിന്റ് ആയിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ചു. സ്തോത്രം. ഞാന് ഈ വചനങ്ങളൊക്കെ താഴോട്ട് വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, വഞ്ചിക്കപ്പെടരുത്. ദൈവം വെച്ചൊരു വ്യവസ്ഥയുണ്ട്. അത് നമുക്കാർക്കും ഈ ഇന്നത്തെ കുടുംബത്തിൽ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മൊബൈലാണ്. മൊബൈൽ എന്ന് പറഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കുമെന്നുള്ളതല്ല, എന്ത് വീട്ടിൽ നടന്നാലും ഉടനെ നമ്മൾ പേരൻസിനെ അറിയിക്കാനുള്ള ഒരു മാർഗമാണത്. എല്ലാ ദിവസവും മിക്കവാറും എല്ലാവരും വിളിക്കും. ഒരു നല്ല ശതമാനം ആളുകളും വീഡിയോ കോളിൽ വിളിക്കും. ഇന്നെന്താണ് വെച്ചത്, ഇന്ന് ഭർത്താവ് എന്ത് പറഞ്ഞു, ഇന്ന് കൊച്ചിനെ വഴക്ക് പറഞ്ഞോ, നീ നല്ല ഡ്യൂട്ടി ചെയ്തോ. അവർക്ക് ജീവിക്കാൻ ഒരവസരവും കൊടുക്കത്തില്ല. അവർ ചില സമയത്ത് തോറ്റുപോട്ടെന്ന്. അവർ പരാജയപ്പെട്ട് ശരിയും തെറ്റും ദൈവാത്മാവിൽ അവർ മനസ്സിലാക്കട്ടെ. നമ്മളെല്ലാം നിയന്ത്രിച്ചാൽ അവർ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കും? കർത്താവിനെ എങ്ങനെ അറിയാൻ കഴിയും? ഞാനീ പറയുന്നത് നിങ്ങളോളം എത്തുന്നെന്ന് വിശ്വസിക്കുകയാണ്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഉചിതമാവണ്ണം കീഴടങ്ങുകയും. കാരണം ദൈവം ഭാര്യ ഭർത്താവ് ബന്ധം ലേഖനത്തിൽ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ യേശുവെ തന്നെ പറയുന്ന ഒരു കാര്യമാണല്ലോ, അവർ ഒരു ശരീരമാണ്. ദൈവവചനത്തിൽ ദൈവത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു മാതാവും പിതാവുമുള്ള ബന്ധത്തെക്കാൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഞാൻ ഈ വചനം വരുന്നുണ്ട് പിന്നെയും പറയുന്നേ ഉള്ളൂ. ഒരു മാതാപിതാവിന്റെ ബന്ധത്തെക്കാൾ, ഒരു സഹോദര ബന്ധത്തെക്കാൾ ആഴമുള്ള ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിന് അല്പം കീഴടങ്ങിയിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരുന്ന നഷ്ടങ്ങൾ ക്രിസ്തുവിന് പ്രസാദകരമാണെന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളുടെ ഭർത്താവിന്റെ ചെറിയ തുകയിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരുന്നു. നിങ്ങളുടെ ഭർത്താവിന് കീഴടങ്ങുമ്പോൾ കുഴപ്പമില്ല. നാളെ നിങ്ങൾക്ക് അങ്ങനെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഹൃദയം തോന്നിപ്പിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. പക്ഷെ നിങ്ങൾ സബ്മിസീവായി തീർന്നാൽ ദൈവത്തിന് ആ മനുഷ്യനെ മാറ്റാൻ കഴിയും, മനസ്സ് മാറ്റാൻ കഴിയും, ദൈവത്തിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ സബ്മിസീവ് ആവുന്നില്ല. നമ്മൾ കീഴടങ്ങാൻ ദൈവം തരുന്ന അവസരങ്ങളെല്ലാം നമ്മുടെ ബുദ്ധിയിൽ അവരെ തോൽപ്പിച്ചിട്ട് നമ്മൾ കർത്താവിനെ അറിയാൻ ശ്രമിച്ചാൽ കർത്താവിനെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. കർത്താവിനെ നമുക്ക് ആഴത്തിൽ അറിയാൻ പറ്റത്തില്ല. നമുക്ക് ബുദ്ധി കൊണ്ടറിയാൻ പറ്റും. പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ ഫിലോസഫി അറിയാൻ പറ്റും. പക്ഷെ അനുഭവത്തിൽ കൂടി പ്രായോഗികമായ യേശുവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. യേശു ഇങ്ങനെയൊക്കെ തകർന്നു എന്നെ രക്ഷിക്കാൻ വന്നപ്പോൾ, നിങ്ങളെ രക്ഷിക്കാൻ വന്നപ്പോൾ, അത് മനസ്സിലാക്കാനും കൂടെയാണ് ദൈവം കുടുംബജീവിതത്തിൽ വെച്ചത്. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദിവസമേ അങ്ങ് എടുത്തുകൊണ്ട് പോയേനെ. കുടുംബത്തിൽ നമ്മൾ എന്തിനാ ദൈവം വെച്ചത്? ആദാമിന് ദൈവം എന്തിനാ ഹവ്വയെ കൊടുത്തത്? ഹവ്വയ്ക്ക് എന്തിനാണ് ആദാമിനോടുള്ള ജീവിതം കൊടുത്തത്? ദൈവത്തിൻ്റെതായ പ്ലാനുകളുണ്ട്. അതിൽ നിന്ന് നമ്മൾ എടുത്ത് വെളിയിൽ വന്നാൽ അത് നിയമം തെറ്റിക്കുകയാണ്. ദൈവത്തിനെതിരെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ദൈവം വെച്ച വ്യവസ്ഥകൾക്കെതിരെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ദൈവം വെച്ച വ്യവസ്ഥകൾക്കെതിരെ നമ്മൾ അഭിപ്രായം പറയുകയാണ്. ദൈവത്തിനെതിരെ സംസാരിക്കുകയാണ് നമ്മൾ. ദൈവത്തിന്റെ നിയമങ്ങൾക്കെതിരെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അത് നമ്മുടെ മക്കളോടായാലും നമ്മുടെ കുടുംബജീവിതത്തിലായാലും. ഞാൻ ഇതിനെക്കുറിച്ച് ഏറെ പറയാനുണ്ടെങ്കിൽ ഇത് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ അതൊരു മോശം കാര്യമായിട്ട് തോന്നുന്നത് കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടിട്ട് അടുത്ത ഭാഗം ഒന്ന് പറഞ്ഞു തുടങ്ങി വെച്ച് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. ഭർത്താക്കന്മാരെ, ഭാര്യമാരോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ഭർത്താക്കന്മാരോട് 2 കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കൈപ്പായിരിക്കരുത്. ഇത് രണ്ടും പറഞ്ഞു തീർന്നിട്ടില്ല. ഞാനിതൊന്ന് ജസ്റ്റ് ഇൻട്രോഡക്ഷൻ പോലെ പറഞ്ഞങ്ങ് വെക്കുകയാണ്. കാരണം ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടി. അതിന്റെ അർത്ഥം അവർ കീഴടങ്ങിയിരിക്കട്ടെ, അവരെല്ലാം കൊള്ളാം എന്ന് അവർക്കുള്ള ദൂതായിരുന്നു എന്ന് പറയാനല്ല. എന്താ കർത്താവിന്റെ വചനം പറയുന്നത്? ലീഡർഷിപ്പ് ആ ഭാഗത്തേക്ക് ദൈവം തരുന്നുണ്ടെങ്കിലും അത് സ്നേഹത്തിലാണ്. എന്തൊരു സ്നേഹത്തിൽ? അഗപ്പെ എന്ന് പറഞ്ഞാൽ സെൽഫിഷ് അല്ലാത്ത. എഫെസ്യ ലേഖനത്തിൽ അതുപോലെ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അവിടെ നമ്മളെല്ലാവരും തോറ്റിരിക്കുന്നവരാണ്, അല്ലെ? കർത്താവ് നമ്മളെ എങ്ങനെ സ്നേഹിച്ചെന്ന് മനസ്സിലാക്കാൻ കിട്ടിയ എല്ലാ അവസരങ്ങളും നന്നായി പരാജയപ്പെട്ടവരാണ് നമ്മൾ ഭൂരിപക്ഷം ആളുകൾ, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ എഫെസ്യ ലേഖനത്തിൽ അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5-ാം അധ്യായത്തിൽ കറയും ചുളുക്കവും ഒക്കെ ഉള്ള ആ സഭയെ
നേടാൻ യേശുവിന്റെ ശരീരത്തിൽ അടികൊണ്ടു, വേദനിക്കപ്പെട്ടു, ശുദ്ധീകരിച്ചു, വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ പൗലോസ് അവിടെ പറയുന്ന തിയോളജി ഇതാണ്: നിങ്ങൾ അവർക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കണം, വേണമെങ്കിൽ ജീവൻ വെച്ചു കൊടുക്കേണ്ടി വന്നാലും സ്നേഹിക്കണം. എന്നിട്ട് പറയാം, അവരോട് കയ്പായിരിക്കരുത് എന്ന് പറഞ്ഞാൽ അവരെ താഴ്ത്തരുത്. ഏറ്റവും കൂടുതൽ സഹോദരന്മാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ താഴ്ത്തുന്നത്, അവരുടെ കഴിവുകേടുകൾ എടുത്തു പറയുന്നത്. അത് പൗലോസ് അത് തന്നെ ഇവിടെ വ്യാഖ്യാനിച്ച് പറയുകയാണ്. അത് ഏകദേശം ആ വാക്കിന്റെ അർത്ഥം അങ്ങനെയും കൂടെ ഉണ്ട്. ബിറ്റർ ആയിരിക്കരുത് എന്ന് പറയുന്ന അർത്ഥം അങ്ങനെയും കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവരെ കഴിവ് കിട്ടവർ, അവരെ താഴ്ത്തി കിട്ടി, അവരെ ഡിസ്കറേജ് ചെയ്തുകൊണ്ട് സംസാരിക്കരുത്. നമ്മുടെ ഭർത്താക്കന്മാരോട് ദൈവം പറയുന്നത്, നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വൈഫായിരിക്കണം, ദൈവത്തിന് ശേഷം, ക്രിസ്തുവിന് ശേഷം, യേശുവിന് ശേഷം. അല്ലെങ്കിൽ അത് കുഴപ്പമാണ്. അവിടെ ആര് വന്നാലും, എന്നെ ജനിപ്പിച്ച അല്ലെങ്കിൽ എന്നെ വളർത്തിയ അവരാണെന്നൊക്കെ പറഞ്ഞ ആര് വന്നാലും, ഭാര്യയുടെ സ്നേഹിക്കേണ്ടതിന് ദൈവം കൊടുത്ത നിയമത്തിന്റെ ഭാഗമായിട്ടുള്ളതിൽ നിന്നും മാറിപ്പോയാൽ, അത് കർത്താവിനെ നമുക്ക് മനസ്സിലാക്കാൻ ദൈവം എന്ന അവസരത്തെ നമ്മൾ മാറ്റിവെക്കാം. നമ്മുടെ അമ്മയെ നമുക്ക് സ്നേഹിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം അമ്മ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വളർന്നല്ലേ. പക്ഷെ വേറൊരു പശ്ചാത്തലത്തിൽ, വേറൊരു കുടുംബത്തിൽ നിന്നും, വേറൊരു സാഹചര്യത്തിൽ നിന്നും, വേറെ രണ്ട് മാതാപിതാക്കളെ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളോടൊപ്പം ഒരു ശരീരമാക്കുന്ന എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ലജ്ജിപ്പിക്കുമോ എന്ന പൗലോസ് എഫെസ്യ ലേഖനത്തിൽ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രസംഗിച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഞാൻ ദൈവത്തിന്റെ സന്നിധി പറയട്ടെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് ഒട്ടും പറ്റത്തില്ലെന്ന് നിങ്ങൾ പറയുന്ന ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? കർത്താവിന് നിങ്ങളെ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഭാര്യയെ കുറിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയുകയാണ്, ഈ മനുഷ്യന് കീഴടങ്ങാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല, വേറെ ആർക്ക് പറ്റിയാലും എനിക്ക് ഈ മനുഷ്യന് കീഴടങ്ങാൻ പറ്റത്തില്ലെന്ന് പറയുകയാണെങ്കിൽ, കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ അറിയാൻ പറ്റുന്നില്ല. വേറെ ആരെ സ്നേഹിച്ചാൽ ഇവളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ സ്ത്രീയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്നെ സ്നേഹിക്കാൻ കർത്താവിന്റെ സന്നിധിയിൽ എനിക്കെന്തോ യോഗ്യത ഉണ്ടായിരുന്നെന്നാണ്. എന്നാൽ ഞാൻ പല പ്രാവശ്യം കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടെ പറയുകയാണ്, ക്രിസ്തു നമ്മളെ തേടി വന്നപ്പോൾ നമ്മൾ ശത്രുക്കളായിരുന്നു, നമ്മൾ യോഗ്യതയില്ലാത്തവരായിരുന്നു. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതിലൂടെ ക്രിസ്തു നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള അവസരങ്ങളാണ് നഷ്ടമാക്കി കളഞ്ഞത്. കാരണം ദൈവം യേശുവിനെ അറിയാൻ തന്ന ആ നല്ല അവസരത്തെ നമ്മൾ വലുതായ രീതിയിൽ പാഴാക്കി. നമ്മൾ പലപ്പോഴും പറയണം, എന്നെ കീഴടങ്ങിയിരുന്നാൽ എന്താ കുഴപ്പം, അവരെന്നെ അനുസരിച്ചാൽ എന്താ കുഴപ്പം, ഞാൻ ഭർത്താവല്ലേ. അങ്ങനെയൊന്നും ക്രിസ്തീയ കുടുംബത്തിൽ ചോദിക്കാനുള്ള വ്യവസ്ഥ ബൈബിളിലില്ല. അങ്ങനെ ചോദിച്ചു വാങ്ങാൻ ബൈബിളിൽ എങ്ങും എഴുതിയിട്ടില്ല. പിടിച്ചു വാങ്ങാൻ ബൈബിളിൽ എഴുതിയിട്ടില്ല. അത് സ്നേഹം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് വന്നോളും. ഭർത്താക്കന്മാർ അത് മനസ്സിലാക്കേണ്ട ആവശ്യം പോലുമില്ല. നമ്മുടെ ഒരൊറ്റ ഉത്തരവാദിത്വമേ ഉള്ളൂ, ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാ? ജീവൻ തന്ന് സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളാരും ജീവനൊന്നും കൊടുക്കത്തില്ല, നമ്മൾ വെറുതെ പറയും. പക്ഷെ ജീവനേക്കാൾ ഉപരിയായി സ്നേഹിക്കണം. പൗലോസ് എഫെസ്യരിൽ പറയുന്നത് എങ്ങനെയാ? സ്വന്തം ശരീരത്തെ ആരെങ്കിലും സ്നേഹിക്കാതിരിക്കൂ എന്നാ ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യുന്നെങ്കിൽ, നമ്മുടെ ഭാര്യയുടെ ശരീരത്തെ കെയർ ചെയ്യാത്തവരാണെങ്കിൽ, സത്യത്തിൽ നമ്മൾ കർത്താവിന്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലെന്നാണ് ഈ വചനത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഭാര്യയെ എന്നും വേദനിപ്പിക്കുന്ന വ്യക്തികളാണെങ്കിൽ, സഭയിൽ വന്ന് എത്ര കാര്യം ചെയ്തിട്ടും ഒരു കാര്യമില്ല, നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അതുപോലെ അറിഞ്ഞിട്ടില്ല. വാക്കുകൾ കൊണ്ടോ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ടോ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ ഭാര്യയെ താഴ്ത്തുവാനും വേദനിപ്പിക്കുവാനുമാണ് നമ്മൾ അവസരങ്ങൾ എടുക്കുന്നതെങ്കിൽ, നമുക്കവർ കീഴടങ്ങിയിരിക്കണമെന്ന് പറയാനുള്ള യോഗ്യതയുമില്ല. കാരണം ദൈവം നമുക്ക് തന്ന, ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുവാൻ തന്ന നല്ല കുടുംബജീവിതത്തിന്റെ സാഹചര്യങ്ങളുണ്ടല്ലോ, മനോഹരമായ അവസരങ്ങളുണ്ടല്ലോ, ദൈവസനെ നമ്മൾ പാഴാക്കിയവരാണ്. ഈ ദിവസങ്ങളിൽ ഈ വചനത്തെ ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ,
ക്രിസ്തുവിനെ അറിയുക, യേശുവിനെ അറിയുക. യേശുവിനെ അറിയുവാൻ കുടുംബജീവിതത്തിൽ കൂടി ദൈവം നമുക്ക് അവസരങ്ങൾ തരും. ഭർത്താക്കന്മാരെ പറ്റി എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ഞാനതിൻ്റെ എല്ലാം കൂടെ അവിടെ ഇവിടെയും ഇട്ട് പറഞ്ഞതാണെന്ന്. സ്തോത്രം. അതൊരു ഭാഗം എടുത്താൽ നമുക്ക് തീർക്കാൻ കഴിയാത്തത് കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊരുമിച്ച് ചിന്തിക്കാൻ അവസരങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ലഭിക്കുമ്പോൾ അന്നേരം ചിന്തിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് ചിന്തിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പൗലോസ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആ വാക്യങ്ങളൊന്ന് ശ്രദ്ധയോടൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ ശ്രമിച്ചാട്ടെ. 2 കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് അങ്ങനെ വളരുവാൻ, എനിക്കും ക്രിസ്തുവിൽ വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഇടയാക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനുള്ള എന്തെങ്കിലും മറ്റഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കഴിയുമെങ്കിൽ തിരുത്തേണ്ടതാണെങ്കിൽ ആ ദൈവസന്നിധിയിൽ ഓർമ്മിപ്പിച്ചാട്ടെ, എന്നെ അറിയിച്ചാട്ടെ. ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് വളരാം. കർത്താവ് വരാൻ സമയമായി ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.